ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണ എൻ കൺമണി ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണ എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർവടിത്തട്ടിലേ പൊന്മാനോ പാൽക്കനവോ നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നിലാചന്തം നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ കണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ വേളി നിലാവായി തേടി വരാം ഞാൻ നീ എൻ്റെ സന്ധ്യയല്ലേ ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമെൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർവടിത്തട്ടിലേ പൊന്മാനോ പാൽക്കനവോ നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ ലിതി, ലുക്കിംഗ് നൈസ് ലിതി. താങ്ക് യു. മധുചേട്ടൻ പാടിയ പാട്ട് അതിമനോഹരമായിട്ട് ഇവിടെ ആലോചിച്ചു.
എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കാരണം പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, മെഹർബ നേരത്തെ പാടിയിരുന്നു. പക്ഷേ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പിന്നെ അതിന് പാടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല എനിക്ക്. അപ്പോൾ ലിതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പാട്ട് ഒന്ന് പഠിച്ച് പാടാമെന്ന് വിചാരിച്ചു. വെരി നൈസ്, ഇറ്റ് വാസ് റിയലി നൈസ്. അഫ്സൽ നൈസ്. അഫ്സലിന്റെ രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ രഞ്ജിനിയുടെ തന്നെയാണ് ഒപ്പീനിയൻ തന്നെയാണ് എനിക്കും. നന്നായിട്ടുണ്ട്. ഐ തിങ്ക് യു ഷുഡ് ട്രൈ ഔട്ട്. കർണാടക പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ്, ഈ പറഞ്ഞ പോലെ പാട്ടുകൾ കുറേയൊക്കെ. ഹിന്ദുസ്ഥാനി പഠിക്കുന്നു. ഓക്കെ. ഒന്നും എവിടെയും വരെ എത്തിയിട്ടില്ല. ആരും എത്തിയിട്ടില്ല അഫ്സൽ. ഈ ലോകത്തിൽ ആരും എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് എത്തത്തുമില്ല. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യു ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ വോയിസ്, മാസ്കുലിൻ വോയിസ്. താങ്ക് യു. എനർജി. ലിത്തി നൈസ്, നന്നായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. ആദ്യം ആ കർണാട്ടിക് സ്റ്റൈലിൽ എന്തോ ഒരു സാധനം പാടിയല്ലോ, ഒരു ആലാപ്പല്ല, ഒരു വിരുത്തം പോലെ പാടിയല്ലോ. അത് വാട്ട് വാസ് ദാറ്റ്? കാൻ ഐ ഹിയർ ഇറ്റ്? അതെന്തോ അത് ആടിനാൾ അത് ആടിനാൾ this portion എന്തോ കർണാട്ടിക് ആ ഒരു എസെൻസ് എനിക്ക് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ബട്ട് ആ ലൈറ്റ് ക്ലാസിക്കലായിട്ട് പാടിയ ലിറിക്സ് പോർഷൻ അല്ല, മറ്റേ മലയാളം, അതൊക്കെ ഐ ലൈക്ഡ് ഇറ്റ്. നന്നായിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. താങ്ക് യു ശ്രീനി സർ. സുജാ ചേച്ചി. ലിതി ഒരു താങ്ക് ഇത് അഫ്സലിന്. താങ്ക് യു ലിതി. പാട്ടെന്നോട് പാടാൻ പറഞ്ഞു, ഞാനങ്ങനെ പറയുള്ളൂ. എന്തുകൊണ്ടാണ് അഫ്സൽ അങ്ങനത്തെ ഒരു അടിപൊളി ഗായകൻ എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടേ എന്നുള്ളതാണ് എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക്. യു സിങ് സോ എന്ത് രസയുടെ മെലഡി പാടണേ, അങ്ങനത്തെ സ്ലോ സോങ്സ്. മെലഡി ഓഫ് കോഴ്സ് അടിപൊളി പാട്ടും മെലഡി തന്നെയാണ്, മെലഡി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബട്ട് എന്ത് രസാ. മോളെ ലിതി നല്ലോണം പാടി. ഓഹോന്ന് പക്ഷെ പറയാൻ പറ്റില്ല മോളെ. യു ക്യാൻ ഡു ബെറ്റർ. കുറച്ചും കൂടെ നന്നാവായിരുന്നു നിറയെ സ്ഥലങ്ങളിൽ. കാരണം ഇത് പാടി വെച്ചേക്കണ ചിത്രം അങ്ങനെയാണ് പാടി വെച്ചേക്കണത്. അപ്പോൾ ഒരുപാട് ഇനിയും അത് എന്താ പറഞ്ഞേ കറക്ഷൻസ്, അതിനെ ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാണ്ട് ഒരുപാട് പോർഷൻസ്. ക്ലാരിറ്റി ഓഫ് സംഗതികളാണ് ആവശ്യം. ഈ പാട്ടിന് ഒരുപാട് അത് ആവശ്യമുണ്ട്. അത് കുറച്ചും കൂടെ നല്ലോണം വരണം ലിതി. ഞാൻ ലിതിക്ക് ഒരു ലെവൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് അത്ര എത്തിയിട്ടില്ല. യു വിൽ സിംഗ് ബെറ്റർ. താങ്ക് യു ചേച്ചി. ശരത് സർ. അഫ്സൽ നന്നായിരുന്നു. അഫ്സൽ താങ്ക് യു. ഓപ്പണിംഗ് പാടിയതൊക്കെ മോഡ് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എന്തിനാ മോഡത്തിനെ പേടിക്കുന്നത്? അറിയില്ല. അതോ ചേച്ചിയെ കുറിച്ച് ആലോചിച്ചിട്ട് വികാരാധീനമായതാണോ? ചിത്ര ചേച്ചിയുടെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഗാഠമായി പുണരാൻ ഒരു കുട്ടി അവിടെ വളർന്നു വരുന്നുണ്ടെന്ന്. ചേച്ചി പേടിച്ചിരിക്കുക അവിടെ. അതൊരു ഞാൻ എങ്ങനെയാ പാടുന്നത് രണ്ട് സ്ഥലത്തും മോള്? അതെപ്പോഴും അത് കൃത്യമായിട്ട് പാടണം കേട്ടോ മോളെ. പിന്നെ തമിഴ് ആ തുടക്കത്തിലുള്ള ലിറിക്കൊക്കെ കുറേ കൂടെ ആരെങ്കിലും കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചോളാം കേട്ടോ. ഇത് മോളെ എത്ര നാൾ എത്ര കേട്ടു, എത്ര പാടി? അല്ല, ഈ ഒരു ദിവസം 150 ദിവസം തവണ പാട്ട് കാര്യമില്ല. ഇത് കുറച്ചായിട്ട് നമ്മുടെ മനസ്സിൽ കയറി എങ്കിലേ അത് വരത്തുള്ളൂ കേട്ടോ. അത് പാടുമ്പോൾ എങ്കിലും നമുക്ക് ഉള്ളിലേക്ക് വരത്തുള്ളൂ. നമ്മൾ പാടുമ്പോൾ ചിലത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പാടിയതാണ്. ആ രാഗത്തിൻ്റെ ഒരു സുഖം വരണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ പാടി കേട്ടോ. പിന്നെ സുഖമാണോ ലിത്തിക്ക്? എങ്ങനെയുണ്ട് പുതുവർഷം? നല്ല വർഷമാണ്. ജലദോഷമാണെന്നോ? നല്ല വർഷമാണ്. നല്ല വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ലിത്തിക്കും കുടുംബത്തിനും. താങ്ക് യു ശരത് സർ. ചേച്ചി എന്റെ അനിയത്തി വന്നിട്ടുണ്ടേ. ഞാൻ നേരത്തെ മീറ്റ് ചെയ്തു. പ്രയാഗ എന്ന പേര്. പ്രയാഗ അല്ലെ? പ്രയാഗ ചെറിയൊരു മോളാണ്,
നന്നായി പാടും. അവള് അസലായി പാടും. CBSE സ്റ്റേറ്റില് സെക്കൻഡ് ആണ് ലൈറ്റ് മ്യൂസിക്. പ്രേക നമുക്ക് 2 വരി പാടുവോ മോള്? ആണ്ടലോണ്ട് നേരെ കണ്ണിലെ ചന്ദ്രന്റെ പോലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ ആണ്ടലോണ്ട് നേരെ കണ്ണിലെ ചന്ദ്രന്റെ പോലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ ആരോമലാമ്പല മുട്ടിനെ പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആരോമലാമ്പല മുട്ടിനെ പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ഓ എന്താ ഇങ്ങനെ പാട്ടുണ്ടാക്കിയ കൊച്ചുകുട്ടികൾ പോലും പാടും. മോളെ നന്നായിരുന്നു കേട്ടോ. എത്ര വയസ്സായി മോക്ക്? 9. അയ്യോടാ ചക്കര. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? പഠിക്കണം കേട്ടോ. ആരുടെ അടുത്ത്? ലിത്തിയുടെ അടുത്തുനിന്നല്ലല്ലോ, ബിനീഷ് മാഷിന്റെ അടുത്ത്. ബിനീഷ് മാഷിൻ്റെ അടുത്ത്. വൃത്തിയായിട്ട് പഠിക്കും കേട്ടോ മോളെ. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. മാർക്സ് അറിയാം ലിത്തി? താങ്ക് യു സർ. 27.5 on 30. താങ്ക് യു സർ. സുജാ ചേച്ചി. താങ്ക് യു. 27.5 on 30 again. താങ്ക് യു ചേച്ചി. ശരത് സർ. ദേവപ്രയാഗയിൽ മുങ്ങി ഹിമാചല ദേവനന്ദനത്തിൽ ഏറി ശങ്കരൻ. ദക്ഷിണാമൂർത്തി സ്വാമിയുടേതാണ്. പ്രയാഗയ്ക്ക് വേണ്ടിയാണ് പാടിയത് കേട്ടോ. മോക്ക് വേണ്ടിയാണ് പാടിയത്. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡാർലിംഗ്. അമ്മേ നാരായണ, ഇത്രയധികം വിറച്ചതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. വിറപ്പ്. 27 on 30. താങ്ക് യു ശരത് സർ. 82 on 90. ഇനി 10 എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10, 90 on 100. താങ്ക് യു ചേച്ചി.